രാവിലെ ശ്രദ്ധയില്ലാതെ വണ്ടി എടുത്തപ്പം തിട്ടയിൽ കയറി ഒരു ഇച്ചിരി ഭാഗം ഞാൻ ഇടിച്ചു. അത് കഴിഞ്ഞ് വളച്ചിങ്ങ് കൊണ്ടുവന്നപ്പം ദേ ഈ സ്ഥലത്ത് നല്ലോണം ഇടിച്ചു. എൻ്റെ ദൈവമേ, ഇനി ഇതിൻ്റെ റിപ്പയറിന് ഞാൻ കാശ് ചിലവാക്കണമല്ലോ ഈശ്വര. ഒരു വീടെന്ന് പറയുന്നത് വെള്ളാന പോലെയാണെന്ന് പലരും പറയാറുണ്ട്. പക്ഷേ എനിക്ക് വീടെന്ന് പറയുന്നത് എൻ്റെ സ്വന്തം സ്പേസാണ്. നമ്മളെ ആരും ഇറക്കി വിടാത്ത, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും ചോദ്യങ്ങൾ വരാത്ത, നമ്മുടെ ഇഷ്ടത്തിന് ഉണരുകയും ഉറങ്ങുകയും പിന്നെ നമുക്ക് ഇഷ്ടമുള്ളിടത്ത് പോയി ഇരിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു സ്വന്തം സ്പേസ്, അതല്ലേ നമുക്ക് വീട്. ചിലർക്ക് വീടെന്ന് പറയുന്നത് ഒരു ബിൽഡിങ്ങോ കെട്ടിടമോ ഒക്കെ ആയിരിക്കും. ചിലർക്ക് അതൊരാളായിരിക്കും. നമുക്ക് സേഫായിട്ട് എന്തും പറയാൻ പറ്റുന്ന, നമ്മുടെ ഫീലിങ്സ് ഇറക്കി വയ്ക്കാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. ചിലർക്ക് ഒരു പക്ഷേ അത് ഒരു ഹാബിറ്റ് ആയിരിക്കും. പുസ്തകം വായിക്കുന്ന പോലെയോ പാട്ട് കേൾക്കുന്ന പോലെയോ ഒക്കെ. ഹാബിറ്റിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്കാണെങ്കിലുണ്ടല്ലോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ഹാബിറ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സ്ത്രീകൾക്കും ഉണ്ടാവും. ഞാൻ സ്വയം സംസാരിക്കും കേട്ടോ. അതായത് ഞാൻ തന്നെയാണ് ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും തേർഡ് പേഴ്സണും ഒക്കെ എൻ്റെ പ്രോബ്ലംസിന് സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതും എനിക്ക് വിഷമം വരുമ്പോൾ അത് ഇറക്കി വെക്കുന്നതും ഒക്കെ ഞാനിങ്ങനെ സ്വന്തമായിട്ട് സംസാരിച്ചുകൊണ്ടാണ്. ഞാൻ എന്നോട് തന്നെ സംസാരിക്കും, ഞാൻ എന്നോട് തന്നെ മറുപടി പറയും. നിങ്ങളിൽ ആർക്കൊക്കെ ഉണ്ട് ഇതുപോലത്തെ ഒരു ശീലം? ഇദ്ദേഹം ഈയിടെ നമ്മുടെ വീട്ടിൽ വന്നതാ. ഇങ്ങനെ ചുറ്റിപ്പാറയൊക്കെ നിന്നിട്ട് അരിമണി ഇട്ട് കൊടുക്കുമ്പം അതും കൊത്തിപ്പറക്കി തിന്ന് കുണുങ്ങി കുണുങ്ങി ഒരു പോക്കുണ്ട്. പിന്നെ അടുത്ത ഭക്ഷണത്തിൻ്റെ സമയമാകുമ്പോഴത്തേക്കും ആള് ഹാജരാവും. ഇതിങ്ങനെ എന്താ പറയുക, ഈ വീടിൻ്റെ മുറ്റത്ത് പട്ടിയും പൂച്ചയൊക്കെ നടക്കുന്ന പോലെ വീടിൻ്റെ ചുറ്റോട് ചുറ്റും ഇപ്പം ഇങ്ങനെ നടക്കും. ഇടയ്ക്കിടയ്ക്ക് ഒരു കീച്ചൽ സൗണ്ടും ഉണ്ടാക്കും. നമ്മുടെ സ്വന്തം ആൾ പോലെയായിപ്പം. നിങ്ങളുടെ വീട്ടിലും വരാറുണ്ടോ ഇതുപോലുള്ള സ്പെഷ്യലായിട്ടുള്ള അതിഥികൾ? കൂടുതൽ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. ടിൽ ദെൻ, ബൈ ബൈ.